ആരാണ് വില്ലൻ? ഒരു പിടിയില്ല. എല്ലാ വിവരങ്ങളും പാതിരാത്രി നമ്മളിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡായ രീതിയിൽ ഓരോ സ്റ്റില്ലുകൾ ഇറങ്ങും. അപ്പൊ ആരാണ് വില്ലൻ? നമ്മൾ ക്യാരക്ടർ റിവീലിംഗ് നടത്തി 18 ദിവസം കൊണ്ട് 36 ക്യാരക്ടറിനെ നമ്മൾ കണ്ടു. അബ്രഹാം ഖുറേഷി എന്താണ് എന്നുള്ളത് ഏകദേശ ചിത്രം നൽകാൻ കഴിഞ്ഞു. ഇപ്പൊ സിനിമയുടെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാം ഖുറേഷിയുടെ ഒരുപാട് സ്റ്റില്ലുകൾ പുറത്തു വന്നു. പക്ഷെ വില്ലൻ ആരെന്ന് പറയുമ്പം അങ്ങ് ഹോളിവുഡ് മുതലുള്ള എല്ലാവരുടെ പേരുകളും പറയുന്നുണ്ട്. പക്ഷെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ആളുടെ സിനിമയായതുകൊണ്ട് വിചാരിക്കുന്ന ആരുമായിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണുള്ളത്. ആരാണ് ഈ അബ്രഹാം ഖുറേഷിയെ, ഇത്രയും ശക്തനായ എബ്രഹാം ഖുറേഷിയോടൊപ്പം നേരിടാൻ ധൈര്യപ്പെട്ട് നിൽക്കുന്നത്? നമ്മൾ ലൂസിഫറിൽ കണ്ടായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി നിൽക്കുന്ന ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്ന അത്രയും വേഗതയിലാണ് എബ്രഹാം ഖുറേഷിയുടെ വരവ്. അപ്പൊ ആ എബ്രഹാം ഖുറേഷി കഴിഞ്ഞ ഇത്ര വർഷങ്ങൾ എവിടെ ആയിരുന്നു എന്നതിൻ്റെ ഒരു ഉത്തരവും കൂടി നമുക്ക് എമ്പുരാനിൽ കിട്ടും. അപ്പൊ ഈ എമ്പുരാനെ നേരിടാൻ നിൽക്കുന്ന വില്ലൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഇനി 2 ദിവസം കാത്തിരുന്നാൽ മതി. 2 ദിവസം കൊണ്ട് നമുക്കതിന് ഉത്തരം കിട്ടും. സിനിമ മാർച്ച് 27-ാം തീയതി രാവിലെ 6 മണിക്കാണ് ആദ്യമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് എമ്പുരാനിസവും എമ്പുരാൻ്റെ ദിനങ്ങളും തന്നെയാണ്. ഈ തിയേറ്ററിലേക്ക് എത്താൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സസ്പെൻസുകൾ ഒളിപ്പിച്ച ലൂസിഫറിൻ്റെ 2ാം ഭാഗം മലയാളത്തിലേക്ക് ഒരുങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. എല്ലാവിധ ആശംസകളോടുകൂടി സന്തോഷത്തോടുകൂടി അബ്രഹാം ഖുറേഷിയെ വരവേൽക്കാൻ മുഴുവൻ സിനിമാ പ്രേമികളും രാജ്യം മൊത്തവും രാജ്യത്തിന് പുറത്തും കാത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് വില്ലൻ ആരെന്ന് അറിയാൻ കഴിഞ്ഞില്ല. വില്ലൻ ആരായാലും അബ്രഹാം ഖുറേഷിക്ക് അതൊരു പ്രശ്നമേ അല്ല.